ആദ്യമായിട്ടാണ് പ്രാക്ടീസ് സാരി ഉടുക്കുന്നത്. എനിക്കറിയില്ല അതെങ്ങനെയാ ഉടുക്കാന്ന്. വാരി വലിച്ചിട്ട പോലെ തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. അതിൻ്റെ ഹൈറ്റ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം, കളിച്ച് നോക്കാം. ഒന്നാമത് ഇവിടെ എന്തൊരു പൊന്തി നിൽക്കുന്നത്. മേ ബി ഇത് പുതിയതായ കാരണം തോന്നുന്നു ഇതിങ്ങനെ പൊന്തി നിൽക്കണത്. ഒരു പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും തോന്നുന്നു. കോട്ടൺ ആണല്ലോ തോന്നുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആയ കാരണം തോന്നുന്നു ഇങ്ങനെ. പക്ഷെ ആകെ ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇങ്ങനെ കുത്തിച്ച പോലെ ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് എടുത്തിട്ട് അങ്ങോട്ട് കുത്തി വെച്ച പോലെ ഉണ്ട്. ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ പോവാം. ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണത് ഭരതനാട്യം പ്രാക്ടീസ് സാരി എങ്ങനെയാണ് ഉടുക്കാമെന്ന്. ഫ്രണ്ടിൽ നിന്ന് കുഴപ്പമില്ല. ബ്ലൗസ് കുറച്ച് ലൂസാണ്. റെഡിമെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലൂസായി ഊരി പോകുന്നുണ്ട്. ഇത് മറ്റേ വെൽവെറ്റ് ടൈപ്പാണ്. പറ്റിയെങ്കിൽ ഞാൻ വേറെ ടൈപ്പ് കോട്ടൺ ടൈപ്പ് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഇന്നൊന്ന് ഞാൻ പോയി നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു. നമുക്കപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം എറോബിക്സ് റൂമിൽ. വലിയ കാര്യത്തിൽ സാരി കൊടുത്ത് പോയതല്ലേ. പക്ഷെ എൻ്റെ കൂട്ടുകാരിയെ ശ്രദ്ധിച്ച് ഇത് ഞാൻ ഇൻസൈഡ് ഔട്ടായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം കൊടുത്തു തന്നെ തീരുമാനമായി. ഇത് ഉൾട്ടയാണ്. ഇത് ഉള്ളിലത്തെ ഭാഗം, ഇതാണ് പുറത്തത്തെ ഭാഗം. സാരില്ല, നെക്സ്റ്റ് ടൈം ശരിയാട്ടോ. ഏട്ടൻ്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്ക് ടു ബാക്ക്. മോൾട്ടി ജിലേബി. ആദ്യം തന്നെ ഇതാ കേക്ക്. ഇതെന്താണ്? മമ്മി ഹായ് പറയ്. ഹായ് പപ്പ ഹായ്. ഇത് ഉണ്ണിയുടെ ഫേവറേറ്റ് ചക്കട. എന്താണ്? സോറി, ചിക്കനട. ഇത് പൊടി. ചേട്ടനെന്താ? ചക്ക വറുത്തത്. ഇത് കൊള്ളി. എന്തത് ഇത്ര അധികം സാധനങ്ങള് കൊടുത്തയച്ചേക്കണത്? ഇതാണ് എൻ്റെ ഫേവറേറ്റ് കഞ്ചാവ്. ലഹരി, എൻ്റെ ലഹരി. ഉണക്കമീൻ. ഏട്ടൻ കാണിച്ചു. ഇതെന്താണ് മമ്മി? ഡബയില് ഓ കാളൻ. വാവ്, ഈ കാളൻ. താങ്ക് യു മമ്മി. താങ്ക് യു പപ്പ. ഐ ലവ് യു. താങ്ക് യു കൊച്ചു. താങ്ക് യു. അപ്പോൾ അതന്നെ. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീക്കായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഇതുപോലെ ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാണ്ട് ഐ ടേക്ക് ആക്ഷൻസ്, ഐ വർക്ക് ഓൺ ഇറ്റ്. ഞാൻ ഇനിയും എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളതും
എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും. അത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സന്തോഷം, അതൊരു വേറെ സന്തോഷം തന്നെ, വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെ ലൈഫിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മളങ്ങനെ ക്രോസ് ചെയ്ത് പോവുക തന്നെ. അങ്ങനെ അപ്പോൾ ഇനി വേറൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വേറൊന്നുമില്ല. നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.